ന്യൂസ് 18-ന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ വി ആർ ഗൈഡിങ് യുവർ ഡ്രീംസ് ആൻഡ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ. നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞു. ഒരു കുട്ടിക്ക് എന്താവണം എന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ചില കുട്ടികൾക്ക് കരിയറിനെ കുറിച്ച് കൺഫ്യൂഷനാണ്. അവർക്ക് അറിയില്ല എന്താവണം, അല്ലെങ്കിൽ ഏത് മേഖലയിൽ പോകണം, അല്ലെങ്കിൽ അവർക്ക് പല പല താല്പര്യങ്ങളുണ്ടാവും. അത് മാറിക്കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പാരൻസും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരെ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലേക്ക് ഡയറക്റ്റ് ചെയ്യണം, ഒരു കോഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസസ് ഈ പറയുന്ന കുട്ടികൾക്ക് ഇഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. അതിന് ഇന്ന് സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. NCERT തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടിയുടെ താല്പര്യങ്ങൾ അറിയാവുന്നതാണ്. ഇത് ഒരു സയൻറ്റിഫിക് മാനറിൽ നമുക്കൊരു കുട്ടിയുടെ കറക്റ്റായിട്ടൊരു കരിയർ പാത്ത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ്, ജനറലി കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഉണ്ടാവും. അപ്പം അത് വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്, അല്ലെങ്കിൽ ചില ടെസ്റ്റുകളുണ്ട്. അപ്പം അത് വെച്ചിട്ട് കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനാലിസിസ് നടത്താവുന്നതാണ്. അതിനുശേഷം കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, അത് പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ ചെക്ക് ചെയ്യാനായിട്ട് ഇന്ന് ഫെസിലിറ്റീസ് ഉണ്ട്. ലൈക്ക് വെർബൽ ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്പേഷ്യൽ ഇൻട്രസ്റ്റ്, പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിലെ ആപ്റ്റിറ്റ്യൂഡുകൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിയാൻ പറ്റും കുട്ടിയുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്തിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇത് കൂടാതെ പേഴ്സണാലിറ്റി ടെസ്റ്റും കുട്ടിയുടേത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇത് ഫുള്ളും ക്ലബ്ഡായിട്ട് നമുക്കൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഏതായിരിക്കാം കുട്ടിക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത്. ഇന്ന് ഒത്തിരി ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ സയൻറ്റിഫിക്കലി അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ പല പാരൻസും കുട്ടികളുമായിട്ട് വരാറുണ്ട്. ജനറലി കൗൺസിലിംഗ്, കരിയർ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അവർക്ക് അറിയണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ശരിക്കും സ്കൂളുകളാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. കാരണം ഇത്രയും അധികം കുട്ടികളിൽ ഓരോരുത്തരെ കണ്ടുപിടിച്ച് അപ്രോച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പാരൻസിന്. പക്ഷേ സ്കൂൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും, എല്ലാ പാരൻസിനും അത് വലിയൊരു എന്താ പറയുന്നത് ഹെൽപ്പായിരിക്കും. അതായത് റൈറ്റ് ഒരു കരിയർ പാത്ത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും, സ്കൂളുകൾക്ക് സാധിക്കും. അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാരോട്, അല്ലെങ്കിൽ PTA ബന്ധപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സ്കൂൾ ആസ് എ ഹോൾ യു ഹാവ് ടു അപ്രോച്ച് ലൈക്ക് സയൻറ്റിഫിക്കലി എങ്ങനെയാണ് കുട്ടിയുടെ കരിയർ സെലക്ഷൻ എന്നുള്ളത്. ഇന്ന് സ്കൂളുകൾക്ക് വളരെയധികം റോള് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കണം എന്നുള്ളപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ ആണോ, അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആയാലും കുട്ടിക്ക് കിട്ടുന്ന സാഹചര്യവും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, അതൊക്കെ നോക്കിയാണോ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്? തീർച്ചയായിട്ടും ദൂരമല്ല എന്നൊരു പ്രശ്നം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. മാതാപിതാക്കളുടെ ഈ ഒരു പ്രതീക്ഷ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളത് സ്കൂളുകളുടെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. തീർച്ചയായിട്ടും സ്കൂളുകൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ അവയർനെസ് സെഷനുകളും ഇതുപോലെയുള്ള കരിയർ അവയർനെസ് ക്യാമ്പുകളും സയൻറ്റിഫിക് അപ്രോച്ചുകളും കുട്ടികളിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു വളരെയധികം ആവശ്യകതയാണ്. കാരണം കാലം മാറി, ഈ പറയുന്ന കരിയർ മാറി, ജോലി സാധ്യതകൾ ഇന്ന് മാറി. അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ഒരു ട്രെൻഡ് വെച്ച് നമുക്കൊരിക്കലും കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഓൾവേസ് ബി അപ്ഡേറ്റഡ്.
നമ്മൾ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആ കുട്ടിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റി ആണോ ഉള്ളത്, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയാണോ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണോ, ഒരു സോഷ്യൽ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിങ് സ്കില്ലുള്ള ഒരു കുട്ടിയാണോ, കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണോ എന്ന് സയൻറ്റിഫിക്കലി നമുക്കിന്ന് പ്രൂവ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല ജോബ് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് കുട്ടിക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ ഉണ്ടാവാം, കുറച്ച് പ്രിപ്പറേഷനോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലികൾ ഉണ്ടാവാം, കുറച്ചധികം അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഉണ്ടാവാം. അപ്പം ഈ രീതിയിൽ സയൻറ്റിഫിക്കലി തന്നെ പ്രൂവ് ചെയ്യാൻ ഉള്ള ടെക്നോളജി അവൈലബിൾ ആണ്. സോ യു ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ടെക്നോളജി.